അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. ഷുഗർ ഉള്ള ആളുകൾ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ പേടിയാണ്, ഇത് കഴിക്കാൻ പറ്റുമോ അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു പേടി നമുക്ക് ഒഴിവാക്കാം. വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള മനസ്സമാധാനത്തോടുകൂടി നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നേരെ നമുക്ക് ആ മൂന്ന് കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഗ്ലൈസീമിക് ഇൻഡെക്സ് ശരിക്കും മനസ്സിലാക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ ഓരോ ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പൊ എന്താണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂട്ടുന്നു എന്ന് നോക്കുന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് കുറഞ്ഞ ഫുഡ് വേണം ഷുഗർ ഉള്ള ആളുകൾ കഴിക്കാൻ. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് മൂന്ന് വിഭാഗത്തിൽ പെടുത്താം. അതിൽ ഒന്നാമത്തത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടിയതാണ്. അതായത് 70 മുകളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്ന ഭക്ഷണങ്ങൾ. ഇത് ഷുഗർ ഉള്ള ആളുകൾ തീരെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് 55-ന്റെയും 70-ന്റെയും ഇടയിൽ വരുന്ന ഭക്ഷണങ്ങളാണ്. ഇത് ഷുഗർ ഉള്ള ആളുകൾക്ക് വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല, സ്ഥിരമാക്കാൻ പാടില്ല. മൂന്നാമത്തതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞത്, അഥവാ 55-നും താഴെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്ന ഭക്ഷണങ്ങൾ. ഇത് ഷുഗർ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. എന്നാലും രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പാടുള്ളൂ. ആ രണ്ടാമത്തെ കാര്യമാണ്, ഇങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണമാണെങ്കിലും അതും അളവിലധികം കഴിക്കാൻ പാടില്ല. അപ്പൊ ഒരു സംശയം വന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇതിന്റെ അളവ് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനാണ് ഞാൻ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരിക്കണം. അതിന്റെ പകുതി ഭാഗം നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊണ്ടായിരിക്കണം നിങ്ങൾ നിറക്കേണ്ടത്. നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന വെജിറ്റബിൾസ് ഒന്നും അതിൽ പെടരുത്. അതല്ലാത്തത് വേണം നിങ്ങൾ കഴിക്കാൻ. ഒന്നാമത്തത് ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്. ഇതേപോലെ മണ്ണിന്റെ താഴെ നമ്മൾ കിളച്ചെടുക്കുന്ന ഇതിന്റെ റൂട്ടായിട്ട് വരുന്ന ട്യൂബേഴ്സ് എന്നതിനെ വിളിക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ആപ്പിള്, മുസമ്പി, ഓറഞ്ച്, പേരക്ക, സബർജില്, പിയേഴ്സ് ഇതൊക്കെ ധൈര്യമായിട്ട് ഷുഗർ ഉള്ള ആളുകളിൽ കഴിക്കാം. എന്നാലും മാങ്ങ, പൈനാപ്പിള്, അധികം പഴുത്ത നേന്ത്രപ്പഴം, തണ്ണിമത്തൻ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ അതിന്റെ പകുതി ഭാഗത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇനി ഈ പ്ലേറ്റിന്റെ കാൽഭാഗം മാത്രമായിരിക്കണം നമ്മുടെ അന്നജം വരുന്ന ഭക്ഷണങ്ങൾ. ചോറ്, രാഗി, ഗോതമ്പ് ഒക്കെ അതിന്റെ കാൽഭാഗത്തിൽ കുറച്ച് മാത്രം വെച്ചെടുക്കുക. ബാക്കി വരുന്ന കാൽഭാഗത്ത് പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണങ്ങൾ, മീന്, മുട്ട, ചിക്കൻ, പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ഷുഗറിന്റെ കാര്യത്തിൽ ഉണ്ടാവും. ഏകദേശം കൺട്രോളിലേക്ക് നിങ്ങളുടെ ഷുഗർ വരും. ഷുഗർ ഇപ്പൊ ഇങ്ങനെ കൂടി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഇപ്പൊ മെഡിസിൻ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഷുഗർ ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ആവശ്യം വരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഷുഗർ കുറയും. അപ്പൊ നിങ്ങൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് വന്നിട്ട് പറയണം ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപതിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം.